ആ ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുന്നു. 3 വാക്കുകൾ, 3 പദങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ 2 നഷ്ടപ്പെടും. ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ ബാക്കി 2 ഉണ്ടാകും. മൊത്തത്തിൽ 3 കാര്യങ്ങളും ലഭ്യമാകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ശക്തി ലഭിക്കില്ല, നിങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയില്ല. നിങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടില്ല. ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ ബാക്കി 2 ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ ബാക്കി 2 ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരിക എന്നുള്ളത്. ഈ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി, ഈ പട്ടണത്തിൻ്റെ വിടുതലിന് വേണ്ടി എത്രയോ ദിവസങ്ങൾ ഈ പ്രിയപ്പെട്ടവർ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതിന് ഒരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആരെക്കുറിച്ചാണോ പ്രസംഗിക്കുന്നത്, ആ പ്രസംഗിക്കുന്ന തൃത്വത്തിൽ 3-ാം ദൈവമാം പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് സകലത്തിലും മാതൃകയായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ റോൾ മോഡൽ യേശുക്രിസ്തുവാണ്. നമ്മുടെ റോൾ മോഡൽ ഈ ലോകത്തിലെ പാസ്റ്റർമാരല്ല. പാസ്റ്റർമാർ റോൾ മോഡൽ ആകണം. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകണം. റോൾ മോഡൽ ആകണം, ആകരുതെന്നല്ല. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകണം. പക്ഷേ നമുക്ക് അനുഗമിക്കുവാൻ വളരെ കോൺഫിഡൻസോടുകൂടെ, നമ്മൾ പറയുന്നത് പോലെ കണ്ണ് അടച്ച് വിശ്വസിക്കുവാൻ, നമുക്ക് അനുഗമിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെയാണ്. നമുക്ക് അനുകരിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെയാണ്. നാം ആരാധിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. നാം നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്. നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്. എബ്രായർ 12:2 അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. യേശുവിനെ നോക്കുക. എബ്രായർ 3:1 പൗലോസ് പറയുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. മാലിപ്പുറം ഗ്രൗണ്ടിൽ ഇന്ന് രാത്രിയിൽ സന്നിധരായിരിക്കുന്ന ബഹുമാനരായ ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് 2 കാര്യങ്ങൾ പറയുന്നു. 1, യേശുവിനെ നോക്കുക. 2, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ യേശുവിനെ നോക്കിയാൽ, നിങ്ങൾ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കും. അത് പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്ന സത്യം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം. യേശുവിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് തന്റെ 30-ാമത്തെ വയസ്സിലാണ്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗം തുറന്നു, ഓപ്പൺ ഹെവൻ. ആ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങി വന്നു. 30 വർഷം വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. 30 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ നസ്രായന്റെ മേൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നു. ലൂക്കോസ് 3-ൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ
മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു എന്ന് ലൂക്കോസ് 3-ലും ലൂക്കോസ് 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, താഴേക്ക് വായിച്ചു വരുമ്പോൾ 4:13-14 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. 3 കാര്യങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ കാണുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു. അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ വായിച്ചത്, പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. യേശുവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. 2, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. 3, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. ഇനി നിങ്ങൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെല്ലുന്നത് ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. യെശയ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ചു, സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ പട്ടണമായ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ നിഴലിൽ പാർത്തവർക്ക് ആമീൻ ജീവൻ വെളിപ്പെട്ടു എന്ന തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണത്തിന്റെ നിഴൽ നിറഞ്ഞ ദേശത്തിൽ, ഇരുളടഞ്ഞ ഗലീലയിൽ യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചത് ജെറുസലേമിലല്ല. യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചത് ആമീൻ നസ്രയത്തിലല്ല. യേശു കർത്താവ് തന്റെ പ്രവൃത്തി ആരംഭിച്ചത് ഗലീലയിലാണ്. ഗലീല ജാതികളുടെ പട്ടണമാണ്. ഗലീല ദൈവപ്രവൃത്തികളില്ലാത്ത പട്ടണമാണ്. ഗലീല പ്രവചന ശബ്ദം അറ്റുപോയ പട്ടണമാണ്. വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചത് ഇരുളടഞ്ഞ ദേശമായ, ഇരുട്ടിന്റെ ദേശമായ ഗലീല, സാധ്യതകൾ തെല്ലുമില്ലാത്ത ഗലീലയിലാണ് യേശു തന്റെ പ്രവൃത്തി ആത്മശക്തിയോടെ ആരംഭിച്ചതെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞത്, പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ വെളിപ്പെട്ടത് എല്ലാ സാധ്യതകളുമുള്ള പട്ടണങ്ങളെ പിടിക്കുവാനല്ല, എല്ലാ സാധ്യതകളും ഉള്ളിടത്ത് പ്രവർത്തിക്കുവാനല്ല. ദൈവപ്രവർത്തികൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത, ദൈവപ്രവർത്തികൾക്ക് യാതൊരു ചാൻസും ഇല്ലാത്ത ദേശങ്ങളെ തൊടുവാൻ ഇന്ന് രാത്രിയിൽ ഒരു തലമുറയെ ദൈവം ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. പച്ചവെള്ളം വീഞ്ഞാകുന്നത് പോലെ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുവാൻ, രൂപാന്തരങ്ങൾ ഉണ്ടാക്കുവാൻ, മാറ്റത്തിന്റെ കാറ്റ് വീശിക്കുവാൻ ഒരു തലമുറയെ ഇന്ന് രാത്രി ദൈവം ഇതിൽ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്ന കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിലെ ആദ്യത്തെ അത്ഭുതം ചെയ്ത് തന്റെ പ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു. നിങ്ങൾ യേശുവിനെ നോക്കുക. എന്റെ മെസ്സേജിന്റെ പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നോക്കിയാൽ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരുന്നതുവരെയും, പരിശുദ്ധാത്മാവിൽ താൻ നിറയുന്നതുവരെയും, പരിശുദ്ധാത്മ ശക്തി തന്നിൽ വെളിപ്പെടുന്നതുവരെയും തന്റെ പ്രവൃത്തി തുടങ്ങാതിരുന്ന, അതിനുവേണ്ടി പിതാവിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു പുത്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പുത്രൻ ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കുവാൻ വന്നു. ആ ദേവാലയത്തിൽ പ്രസംഗിക്കാൻ വന്നിട്ട് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതരെ വിടുവിച്ചയക്കാനും. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് വിശ്വാസികൾ ധാരാളം എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ സുവിശേഷം അറിയിക്കാൻ അഭിഷേകം വേണം. അഭിഷേകമുള്ളവർ അറിയിക്കേണ്ടതാണ് സുവിശേഷം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് അറിയിക്കാൻ പറ്റില്ലേ? എല്ലാവർക്കും അറിയിക്കാം. ഞാനൊരു സത്യം പറയാം. അപ്പോസ്തലന്മാരാരും റവറന്റ് ഡോക്ടർമാരായിരുന്നില്ല. അപ്പോസ്തലന്മാരാരും PhD-ക്കാരോ ബുദ്ധിജീവികളോ ആയിരുന്നില്ല. അവർ സാധാരണക്കാരായിരുന്നു.
അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. അവർ തീരപ്രദേശങ്ങളിൽ മാലിപ്പുറം ദ്വീപ് പോലെ, വൈപ്പിൻ ദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച തീരപ്രദേശത്ത് കടലിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. അവർ കടലിന്റെ മക്കളായിരുന്നു. അവർ സാമാന്യരായിരുന്നു. അവർ വിദ്യാരഹിതരായിരുന്നു. നിങ്ങൾക്കറിയാമോ, വാക്കിന് പോലും വിലയില്ലാത്തവനായിരുന്നു പത്രോസ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ അങ്ങ് ചത്തുകളയും മരിച്ചു കളയും എന്ന് പറഞ്ഞവൻ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് യേശുവിനെ തള്ളിപ്പറഞ്ഞാണയിട്ട് പ്രാഗിപ്പോയി. ഒരു വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ നിഴലിന് പോലും വിലയുണ്ടായി. അവന്റെ നിഴലിനകത്ത് പോലും ദൈവശക്തി ഉണ്ടായി. ഇന്ന് രാത്രി നീ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയായിരിക്കാം, നീ സാമാന്യനായിരിക്കാം, നീ ഒരു മത്സ്യത്തൊഴിലാളിയായിരിക്കാം, നിങ്ങൾ ആരുമാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്നെ ഒരു അസാധാരണ വ്യക്തിയാക്കി, നിന്നെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനാണ്? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതർക്ക് സ്വാതന്ത്ര്യം. ഇന്ന് രാത്രി ഈ മാലിപ്പുറം പ്രദേശത്ത്, ഈ വൈപ്പിനിൽ, ഇവിടെ പ്രതിസന്ധിയിൽ കിടക്കുന്ന കുടുംബങ്ങളിൽ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തികളിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ, എന്തെങ്കിലും വിടുതൽ ഉണ്ടാകണമെങ്കിൽ ഇതിൽ അഭിഷേകം ചലിക്കണം. ഇത് അഭിഷേകമുള്ളവർ പ്രതികരിച്ചോണം. ഇതിൽ അഭിഷേകം ചലിക്കണം. ഇവിടെ 100 കണക്കിന് കൺവെൻഷൻ നടക്കുന്നത് കൊണ്ട് പിശാചിന് ഒരു കംപ്ലൈന്റും ഇല്ല. ഇവിടെ എത്ര പന്തലിട്ട് മീറ്റിംഗ് നടത്തുന്നത് കൊണ്ട് സാത്താൻ അസ്വസ്ഥതയില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ ചലിച്ചാൽ, അഭിഷേകം ഈ ഗ്രൗണ്ടിൽ ചലിച്ചാൽ, അഭിഷേകമുള്ളവർ ഒന്നിച്ച് ആരാധിക്കാൻ തുടങ്ങിയാൽ, ആത്മനിറവുള്ളവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ആത്മശക്തിയുള്ളവർ ഒന്നിച്ച് ആരാധിക്കാൻ തുടങ്ങിയാൽ ഈ പട്ടണത്തിൽ കുലുക്കം ഉണ്ടാകും. ഈ ദേശം ഷേക്ക് ചെയ്യും. ഈ ദേശം ഷേക്ക് ചെയ്യും. 2 പേർ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ ആത്മാവിൽ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. കാരാഗ്രഹ പ്രമാണി ഒറ്റ രാത്രി കൊണ്ട് രക്ഷിക്കപ്പെട്ടെങ്കിൽ ഈ പട്ടണത്തിൽ വിടുതൽ ഉണ്ടാകാൻ ആത്മാവിൽ ആരാധിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ചലിക്കട്ടെ. ഇന്ന് രാത്രി എനിക്ക് ആത്മാവിൽ അത് ബോധ്യം ലഭിക്കുന്നുണ്ട്. ആരാധിക്കുന്ന ഒരു കൂട്ടം ഇതിൽ ഇരിപ്പുണ്ട്. വാക്കിന് പോലും വിലയില്ലാത്ത നിന്റെ നിഴലിന് പോലും വിലയാകും. കുടുംബക്കാർക്കും നാട്ടുകാർക്കും നിന്നെ കണ്ടൂടല്ലേ? എല്ലാവർക്കും നിനക്ക് നീ ഒരു തലവേദനയല്ലേ? ഇന്ന് രാത്രി നിന്നെ യേശുവിന് കൊടുക്ക, നിന്റെ ലൈഫ് യേശുവിന് കൊടുക്ക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാൻ പ്രാർത്ഥിക്ക്. നിന്റെ ഒരു കൈവപ്പിന് വേണ്ടി ആൾക്കാർ വരും. നിന്നെ ഒന്ന് കാണാൻ ആൾക്കാർ വരും. ഓ ഹല്ലേലൂയ! എത്ര പേർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നു? അധികാലത്ത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ, അധികാലത്ത് യേശു ഇരുട്ടുള്ളപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുന്നു, ഗുരു, വലിയ പുരുഷാരം നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അതെ, പ്രാർത്ഥിക്കുന്നവനെയും അഭിഷേകമുള്ളവനെയും അന്വേഷിച്ച ആൾക്കാർ വരും. പ്രാർത്ഥിക്കുന്നവനെയും അഭിഷേകമുള്ളവനെയും അന്വേഷിച്ച് ജനം വരും. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു തലമുറയെ ഈ ക്രൂസേഡിൽ നിന്ന് ദൈവം പൊക്കും. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടത്തെ ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കും. നിന്നെ വിലയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. നിന്നെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് വലിച്ചെറിയും. സുവിശേഷത്തിന്റെ വയലിൽ മിന്നുന്ന വാളുമായി നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്താൻ ഒരു ജനറേഷനെ ദൈവം ഈ ദ്വീപിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഇത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ കണ്ടോ? യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു, വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. അഭിഷേകം ഇല്ലാതെ ഒന്നും നടക്കുകയില്ലെന്ന് പള്ളി പ്രസംഗിച്ചു. അഭിഷേകം ഇല്ലാതെ ഒന്നും നടക്കുകയില്ലെന്ന് പള്ളി പ്രസംഗിച്ചു. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട് ബൈബിളിൽ. അത് മത്തായി 12:28. യേശു കവർന്നഹോമിൽ ഒരു ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പം ഒരാൾക്ക് ഭൂതം ഇളകി, അശുദ്ധാത്മ വെളി വന്നു. അഭിഷേകമുള്ളവൻ പ്ലാറ്റ്ഫോമിൽ കയറുന്നത് അശുദ്ധാത്മാക്കൾക്ക് അസ്വസ്ഥതയാണ്.
ഹല്ലേലൂയ. അശുദ്ധാത്മാക്കൾ അസ്വസ്ഥമാകും. അശുദ്ധാത്മാവ് വെളിയിൽ വന്നു. വെളിയിൽ വന്നിട്ട് ഭയങ്കര ബഹളം. യേശു നടുവിൽ വെച്ച് അതിനെ പുറത്താക്കിയ ഉടനെ പള്ളിയിലുള്ളവർ വിളിച്ചു പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. എന്നെ ഭയങ്കര അമ്പരപ്പിച്ച ഒരു മത്തായി 12:28 പറഞ്ഞത്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ദൈവാത്മാവിനാൽ, by the power of Holy Ghost, by the power of Holy Spirit, ദൈവാത്മാവിന്റെ ശക്തിയാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ, സാക്ഷാൽ നസ്രയനായ യേശുവിന് ഭൂതത്തെ പുറത്താക്കാൻ ദൈവാത്മാവ് വേണമായിരുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, സകലത്തിലും മാതൃകയായ ക്രിസ്തുവിന് ഭൂതങ്ങളെ പുറത്താക്കാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ദൈവാത്മാവ് വെളിപ്പെട്ടാൽ ഈ ദേശത്തിൽ നിൽക്കുന്ന അശുദ്ധാത്മ ശക്തികൾ ഇന്ന് രാത്രിയിൽ നിലംപരിചാകും. ആരാധിക്കുന്നവർ ആരാധിച്ചോ, സ്തുതിക്കേണ്ടവർ സ്തുതിച്ചോ. മദ്യപാനത്തിന്റെ സ്പിരിറ്റുകൾ ഇവിടെ വിട്ടുമാറട്ടെ. അസന്മാർഗികതയുടെ, വ്യഭിചാരങ്ങളുടെ, തിന്മയുടെ ആത്മാവ് ഈ ദേശത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. കുടുംബ വഴക്കുകൾ, ആഭിചാരത്തിന്റെ കെടുതികൾ വിട്ടുമാറട്ടെ. ഭവനത്തിനകത്തെ പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ. മുഖത്തോട് മുഖം നോക്കുമ്പോൾ വെളിപ്പെടുന്ന കുടുംബ വഴക്കുകൾ വിട്ടുമാറട്ടെ. നിന്റെ സാമ്പത്തികത്തെയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ ലൈഫിനെയും ഒക്കെ കവർന്നു കൊണ്ടുപോകുന്ന എല്ലാ ശുദ്ധാത്മാക്കളും ഇന്ന് രാത്രി വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ വിലയിരുത്തിയേ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യം വെളിപ്പെടണമെങ്കിൽ അത് മാലിപ്പുറത്താണെങ്കിലും മാലിദ്വീപിലാണെങ്കിലും, ദൈവരാജ്യം വെളിപ്പെടണമെങ്കിൽ ദൈവാത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടണം. ഓ ഹല്ലേലൂയ. ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ചലനം ഇവിടെ നടക്കണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ അഭിഷേകത്തെ ബഹുമാനിക്കുന്ന, പരിശുദ്ധാത്മ ശുശ്രൂഷയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു തലമുറ ഈ ഐലൻഡിൽ എഴുന്നേറ്റല്ലോ. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവരിലൂടെ വലിയ ദൈവപ്രവർത്തികൾ ഈ ദേശത്തിൽ ഉണ്ടാകട്ടെ. ഒരുപാട് പത്രോസുമാർ, ഒരുപാട് യാക്കോബുമാർ, ഒരുപാട് യോഹന്നാന്മാർ ഈ പട്ടണത്തിൽ എഴുന്നേറ്റ് വരട്ടെ. കുടുംബങ്ങളിൽ നിന്ന് സുവിശേഷകർ എഴുന്നേറ്റ് വരട്ടെ. ആമീൻ. ഭാരതീയ സുവിശേഷീകരണത്തിന് മാലിപ്പുറം ദ്വീപിൽ നിന്ന്, വൈപ്പിന്റെ കരയിൽ നിന്ന് വലിയൊരു തലമുറയെ, ഒരു കൂട്ടത്തെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് രാത്രി സ്വർഗം അറിയിക്കുക. ഇനി ഇതിന്റെ പ്രധാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. യേശു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, ലൂക്കോസ് 24:48-49 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളുടെ മേലയക്കും, നിന്റെ മേലയക്കും, നിന്നിൽ അത് വരും. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് അത് കാണും. നിന്റെ മേൽ വരും, നിങ്ങളുടെ മേൽ വരും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കുവീൻ. പറഞ്ഞേ, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, അതൊരു പ്രോമിസാണ്, ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങൾക്കറിയാമോ, ഈ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായി വെളിപ്പെടുവെന്നും സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നും ഈ വാഗ്ദത്തങ്ങളൊക്കെ കേട്ട രണ്ട് വ്യക്തികൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ക്ലയോപ്പാവും തൻ്റെ ഭാര്യയായ മറിയവും. ഇവർ രണ്ടുപേരും കൂടെ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ സഹിക്കാൻ മേലാതെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങളില്ലാതെ
നാട്ടുകാർ പറഞ്ഞ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇവർ ജെറുസലേമിൽ നിന്ന് എമ്മോസിലോട്ട് പോയി. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും, ക്ലയോപ്പാവിന്റെ ഭാര്യയാണ് മറിയ എന്ന് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. കുരിശിന്റെ ചുവട്ടിൽ മറിയവും ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയവും ഉണ്ടായിരുന്നു എന്ന്. പ്രൈസ് ഗോഡ്. ഇവർ എമ്മൗസിലേക്ക് പോകുമ്പോൾ അവരറിയാതെ അവരോടൊപ്പം യേശു കൂടെ നടന്നു. ഈ ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയാണ്. തർക്കം ഉണ്ടാകണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം. ഒരു സബ്ജക്റ്റ് ഇല്ലാതെ തർക്കിക്കാൻ പറ്റുകയില്ല. ഇവരുടെ സബ്ജക്റ്റ് എന്നാണെന്നറിയാമോ? ക്രിസ്തു ഉയർത്തോ ഇല്ലയോ. ക്ലയോപ്പാവിന്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ, ഇന്ന് രാവിലെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരിമാർ കല്ലറവാതിക്കൽ പോയി. കല്ലറവാതിക്കൽ ചെന്നപ്പോൾ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അടക്കം ചെയ്ത ക്രിസ്തു അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സത്വർത്തമാനം ദൂതനിൽ നിന്ന് കേട്ടു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാക്ഷികളായി അവർ മാറി. അച്ഛാ, യേശു ഉയർത്തുന്നേ. ക്ലയോപ്പ പറഞ്ഞു, അങ്ങനല്ലല്ലോ നാട്ടുകാർ പറയുന്നേ. അവന്റെ ശിഷ്യന്മാർ വന്ന് രാത്രിയിൽ അവനെ കട്ടുകൊണ്ടുപോയെന്നാണല്ലോ പറയുന്നേ. അപ്പൊ ഇതാണ് ഇവരുടെ ആർഗ്യുമെന്റേഷൻ. അവരറിയാതെ അവരോടൊപ്പം, എന്നെ ശ്രദ്ധിക്കണം, അവരോടൊപ്പം യേശു നടക്കുകയാണ്. കർത്താവ് അവരുടെ വാടിയ മുഖത്തോട്ട്, ക്ലയോപ്പാവിന്റെ മുഖം വാടിയിരിക്കുകയാണ്. വാടിയ മുഖത്തോട്ട് നോക്കിയിട്ട് കർത്താവ് ചോദിച്ചു, എന്നതാ പ്രശ്നം? അപ്പൊ ഉടനെ ക്ലയോപ്പാവ് യേശുവാണെന്ന് അറിയുന്നില്ല. കർത്താവിനോട്, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? സകല മനുഷ്യർക്കും കൊള്ളാവുന്നവനായ, എല്ലാവർക്കും പ്രയോജനമായിരുന്ന ഒരുവൻ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. അവനെ മഹാപുരോഹിതന്മാരും പടയാളികളും കൂടെ ചേർന്ന് ക്രൂശിച്ചു. ഇന്ന് അവന്റെ ക്രൂശീകരണം കഴിഞ്ഞിട്ട് 3 ദിവസമായി. അവന്റെ മരണത്തിൽ മനം നൊന്ത് ഞങ്ങൾ നാട് വിട്ടിരിക്കുക. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോണില്ല, വിശ്വാസമൊക്കെ താത്തി വെച്ചിരിക്കുകയാണ്. യേശു അവരുടെ കൂടെ നടന്നു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. എന്നിട്ട് ഇവരുടെ വീടിന്റെ അരികിലെത്തി. എമ്മൗസിൽ ഇവരുടെ വീടിന്റെ അരികിലെത്തി അവർ അവരുടെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവർ പറഞ്ഞു, സന്ധ്യയായല്ലോ, ഇന്ന് രാത്രി ഇനി പോകണ്ട. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നടന്ന് വചനമൊക്കെ പറഞ്ഞു തന്നല്ലേ, ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രിയിൽ പാർക്കാം. അവരുടെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ യേശു ഒരു അപ്പം എടുത്ത് നുറുക്കി അവരുടെ പാത്രത്തിലോട്ട് വെച്ചു കൊടുത്തു. അവരപ്പം എടുത്ത് കഴിച്ചുടനെ അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷമായി. അവർ അവനെ അറിഞ്ഞു. അവൻ അപ്രത്യക്ഷനായപ്പോൾ, യേശു അപ്രത്യക്ഷനായപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, അവൻ വഴിയിൽ വെച്ച് നമ്മോട് തിരുവെഴുത്തുകളെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നമ്മളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്ന് രാത്രി കത്തിക്കാൻ തീക്കേ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളം നമ്മിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? നമ്മുടെ അകത്ത് തീ പിടിച്ചില്ലേ? എന്റെ സന്ദേശം മറ്റൊന്നാണ്. ബൈബിൾ പറയുന്നു, അന്ന് രാത്രിയിൽ തന്നെ ഈ കുടുംബം തിരിച്ച് ജെറുസലേമിലേക്ക് പോയി. 7 മൈലുണ്ട് ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക്. 7 മൈൽ എന്ന് പറഞ്ഞാൽ 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ അങ്ങോട്ടുണ്ടെങ്കിൽ 11 കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട്. ഒറ്റ ദിവസം ഈ കുടുംബം നടന്നത് 22 കിലോമീറ്റർ ആണ്. അന്ന് രാത്രിയിൽ തന്നെ ഇവർ മടങ്ങി ജെറുസലേമിൽ പോയി. അവർ മടങ്ങിപ്പോയതല്ലെന്നേ, അവരെ മടക്കി പിടിച്ചതാ. കാര്യം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്നുള്ള വാഗ്ദത്തം കേട്ടവരിൽ അവരുമുണ്ട്. ആമേൻ. അവരില്ലാതെ 120 തികയില്ല. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു? നിന്റെ മേലൊരു വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും ദൂത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നീ ഏതറ്റം വരെ പോയാലും ആ അറ്റത്ത് നിന്ന് നിന്നെ തിരിച്ചു പിടിച്ച് നിന്റെ വാഗ്ദത്തത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ആ കൈകളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ. ദൈവിക വാഗ്ദത്തത്തിൽ നിന്നും, ദൈവത്തിന്റെ ആലോചനയിൽ നിന്നും നിങ്ങൾ ബഹുദൂരം പോയാലും, നിങ്ങൾ എത്ര പിന്മാറ്റത്തിലാണെങ്കിലും, നിങ്ങൾ എത്ര പുറകോട്ട് പോയെങ്കിലും, നിന്നെ ദൈവം വിളിച്ചതാണോ? കർത്താവ് നിന്നെ കണ്ടതാണോ? ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണോ? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. ദൈവം ചിലതിനെ തിരിച്ചു പിടിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലതിനെ തിരിച്ചു പിടിക്കുകയാണ്. വാഗ്ദത്തം കേട്ട കുടുംബം എമ്മോസി ഇരുന്നാ പറ്റുകയില്ല.
കാരണം പരിശുദ്ധാത്മാവ് വരാൻ പോകുന്നത് എമ്മോസിലല്ല, ജെറുസലേമില. അതുകൊണ്ട് വാഗ്ദത്തമുള്ളവൻ എമ്മോസിൽ പോയി ഇരിക്കാനുള്ളതല്ല, അവനെ അവിടുന്ന്, നിങ്ങളുടെ ഭാഷയിൽ തന്നെ പ്രസംഗിക്കാം, അവനെ അവിടുന്ന് പൊക്കി. വല്ലതും പിടി കിട്ടിയോ? തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നീ മനസ്സ് വിഷമിച്ചും മനസ്സിടറിയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു എത്ര പുറകോട്ട് പോയാലും തമ്പുരാന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, നിന്നെ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്ന് രാത്രിയിൽ ഇത് ആരോടുള്ള ദൈവത്തിന്റെ പ്രവചനമാണ്. നീ ഏതറ്റം വരെ പോയാലും, അങ്ങനെ പോയവരിവിടെ എന്നെ കേൾക്കുന്നുണ്ട്, പുറകോട്ട് പോയവരെന്നെ കേൾക്കുന്നുണ്ട്, പുറകോട്ട് പോയവരെന്നെ കേൾക്കുന്നുണ്ട്, ദൈവത്തിൽ അകന്ന് പോയവരെന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ അപ്പ എന്നെ തിരിച്ചു പിടിച്ചു, എൻ്റെ അപ്പ എന്നെ തിരിച്ചു പിടിച്ചു, എൻ്റെ അപ്പ എന്നെ തിരിച്ചു പിടിച്ചു, എൻ്റെ അപ്പ എന്നെ തിരിച്ചു പിടിച്ചു. ഓ ഹല്ലേലൂയ! ഇത് ഈ കൺവെൻഷൻ നടത്തിയ ചില ചെറുപ്പക്കാരോടുള്ള ദൂതാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളോടുള്ള ദൂതാണ്. എന്റെ അപ്പ എന്നെ തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണേ, സ്നേഹത്തോടെ. ശിഷ്യന്മാരോട് പറയുകയാണേ, ഉയരത്തിലെ ശക്തി പ്രാപിക്കാതെ അനങ്ങിപ്പോയരുതെന്ന്. ഉയരത്തിലെ ശക്തി പ്രാപിക്കാതെ ശുശ്രൂഷയാന്നും പറഞ്ഞ് പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കരുതെന്ന്. ഉയരത്തിലെ ശക്തി പ്രാപിക്കാതെ പുറത്തിറങ്ങിയേക്കരുത്. ആരോടായി പറഞ്ഞേ? ശിഷ്യന്മാരോട്. ആരായി ശിഷ്യന്മാർ? ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ശിഷ്യന്മാരോടല്ലേ പറഞ്ഞേ? ആരാണവർ? യേശു ക്രിസ്തുവിന്റെ കയ്യാൽ നേരിട്ട് ഓർഡിനേഷൻ കിട്ടിയവർ. IPC അല്ല, ചർച്ച് ഓഫ് ഗോഡ് അല്ല, ഷാരോൺ അല്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് അല്ല, ഇൻഡിപെൻഡന്റ് ചർച്ച് അല്ല, സാമുദായിക സഭയും അല്ല, ഒരിടവകയല്ല. യേശു ക്രിസ്തു നേരിട്ട് ഓർഡിനേഷൻ കൊടുത്തവർ. കിട്ടിയോ? യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തവർ, കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞാകുന്നത് കണ്ടവർ, 5 അപ്പവും 2 മീനും വർദ്ധിക്കുന്നത് കാണുകയും അത് കഴിക്കുകയും ആ അപ്പം വിളമ്പുകയും ചെയ്തവർ, കടലിന്റെ മുകളിലൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചവർ, മരിച്ചവരൊക്കെ ഉയർക്കുന്നത് ഇങ്ങനെ ലൈവായിട്ട് നിന്ന് കൂടെ നിന്ന് കണ്ടവർ, 4 ദിവസം മുമ്പ് അടക്കിയ ഒരു ചെറുപ്പക്കാരന്റെ കല്ലറയ്ക്കലോട്ട് ചെന്നേച്ചും, 4 ദിവസം മുമ്പ് അവനെ അടക്കിയതാണ് ആ ചെറുപ്പക്കാരനെ. ആ കല്ലറയ്ക്കലോട്ട് ചെന്നിട്ടും ലാസറെ പുറത്തു വരിക, കല്ലുരുട്ടി മാറ്റുവെന്ന് പറഞ്ഞപ്പോൾ 12 എണ്ണം അന്തം വിട്ട് നോക്കി നിന്നു. മരിച്ചവൻ എഴുന്നേറ്റ് നടന്നു വരുന്ന കാഴ്ച അവർ കണ്ടു. എന്നെ ഒന്ന് കേൾക്കണേ, ഈ അപ്പോസ്തലന്മാരെ പോലെ അത്ഭുതം കണ്ടവരാരുണ്ട്? വൈപ്പിനിലുണ്ടോ? എൽഷദായ് ചർച്ചിലുണ്ടോ? ഡെലിവറൻസ് ചർച്ചിലുണ്ടോ? ഏത് സഭയിലുണ്ട്? ഇവരെ പോലെ അത്ഭുതം കണ്ട ആരുണ്ട്? ശവോടക്ക് വീട്ടിൽ അവർക്ക് പോകാൻ പറ്റുകയില്ല. ശവോടക്ക് വീട്ടിൽ പോയാൽ പിന്നെ അവിടെ സെലിബ്രേഷനാ. മരണവീട് ആനന്ദത്തിന്റെ വീടാകും. എവിടെ ചെന്നാലും എല്ലാ ദിവസവും ഇവർ കാണുന്നത് ചിന്തിക്കാൻ കണ്ണ് ചിമ്മി പോകുന്ന അത്ഭുതങ്ങളാണ്, ഭയങ്കര ദൈവപ്രവൃത്തികളാണ്. കൂനയായ സ്ത്രീ നിവർന്നു വരുന്നു, ചെവി കേൾക്കാത്തവൻ ചെവി കേൾക്കുന്നു, ഇച്ചര കേൾക്കുമല്ല നല്ലോണം കേൾക്കുന്നു, കാഴ്ചയില്ലാത്തവൻ കാണുന്നു, വരണ്ട കൈയുള്ളവൻ കൈ നീട്ടുന്നു, 38 വർഷം കുളക്കരയിൽ കിടന്ന തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നു, മേൽക്കൂര പൊളിച്ച് കെട്ടി താഴോട്ടിറക്കിയവൻ ഡാൻസ് ചെയ്ത് ആരാധിക്കുന്നു. ഇവരെല്ലാ ദിവസവും കാണുന്നത് ഭയങ്കര അത്ഭുതങ്ങളാണ്. പക്ഷേ യേശുക്രിസ്തു നേരിട്ട് ഓർഡിനേഷൻ കൊടുത്ത, യേശുക്രിസ്തു നേരിട്ട് നിയോഗിച്ച ഈ അപ്പോസ്തലന്മാരോട് എന്തിനാ ഇത്രേ അത്ഭുതങ്ങൾ കണ്ട ഈ അപ്പോസ്തലന്മാരോട് എന്തിനാ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞേ? നിങ്ങൾക്കറിയോ, യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഈ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരുന്നതിന് മുമ്പ് തന്നെ ബൈബിൾ പറയുന്നൊരു സത്യമുണ്ട്. പലതവണ യേശു അവർക്ക് പ്രത്യക്ഷമായെന്ന്. ഈ എറണാകുളത്തോ വൈപ്പിനിലോ എങ്ങാനും പലതവണ വേണ്ട, ഒരു തവണ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും യേശു പ്രത്യക്ഷമായ ആ പുള്ളിയാ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉപദേശി. ആരും മിണ്ടണില്ലല്ലോ. പ്രൈസ് ഗോഡ്. പലതവണ യേശു അവർക്ക് പ്രത്യക്ഷമായി. ഇനി എന്തിനാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്? യേശു പ്രത്യക്ഷമായില്ലേ, ഇത്രയും അത്ഭുതം കണ്ടില്ലേ, യേശു ഓർഡിനേഷൻ കൊടുത്തതല്ലേ. പ്രശ്നം എവിടാന്നറിയാവോ? ഇവർ കണ്ട അത്ഭുതങ്ങളോ, ഇവർ കണ്ട മിറക്കിളുകളോ, പച്ചവെള്ളം വീഞ്ഞായതോ,
അപ്പവും മീനും വർദ്ധിച്ചതോ, കൂനയായ സ്ത്രീ നിവർന്ന കാഴ്ചയോ, മരിച്ച ലാസർ ഉയർപ്പിന്റെ ആ ദൃശ്യങ്ങളോ ഒന്നും ഇവരെ മാറ്റിയില്ല. പിടികിട്ടിയോ? ശമര്യരെ കണ്ടാൽ ഭയങ്കര ശുശ്രൂഷയുള്ള ആളാ പത്രോസ്. പക്ഷെ ശമര്യരെ പുള്ളിക്ക് ഇഷ്ടമല്ല. കണ്ട ഉടനെ പുള്ളി പറയും, കർത്താവേ ദേ ശമര്യര് വരുന്നുണ്ട്, അങ്ങോട്ട് പ്രാർത്ഥിച്ച് തീ ഇറക്കി അങ്ങോട്ട് കത്തിച്ചാലോ, ഏലിയാവ് ചെയ്ത പോലെ. ഇഷ്ടല്ല. വ്യക്തിവൈരാഗ്യങ്ങൾ ഉള്ളത്തിലുണ്ട്. കാറ്റും കടലും ഇളകിയപ്പോൾ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സംശയം, ഭയം. ഗതശമന തോട്ടത്തിൽ ഗത്സമനായിൽ യേശുവിനെ പടയാളികൾ പിടിക്കാൻ വന്നപ്പോ പത്രോസ് ഒരു പടയാളിയുടെ കാതറുത്തു എന്ന് ബൈബിളിൽ വായിക്കുന്നില്ലേ? സത്യമായിട്ട് കാതറുത്തല്ല. ഒരു മനുഷ്യനും കാത് അറക്കാൻ നിന്നു കൊടുക്കില്ല, അല്ലെ കെട്ടിയിടണം. കഴുത്തിന് വെട്ടിയതാ. കഴുത്തിന് വെട്ടിയപ്പോ ഒഴിഞ്ഞതാ. പത്രോസ് കഴുത്തിന് വെട്ടിയതാ, നല്ല വീശിയതാ, ഒഴിഞ്ഞതാ. പുള്ളി ഒഴിഞ്ഞപ്പോ ചെവിയെ കൊണ്ട് ചെവി അറുത്ത് താഴെ വീണതാ. പക്ഷെ കടലിന്റെ മേളിൽ കൂടെ നടക്കും, ആരും മിണ്ടണില്ലല്ലോ. പുള്ളിക്കാരൻ കൊണ്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ ഭയങ്കര സംഭവങ്ങളാ. പക്ഷെ ശമര്യരെ കണ്ടൂടാ. സാഹചര്യം വരുമ്പോൾ കാല് മാറും, തള്ളിപ്പറയും, ആണയിടും, പ്രാകും, വേറൊരുത്തൻ നശിച്ചു പോകാൻ പ്രാർത്ഥിക്കും, ആരും മിണ്ടണില്ല. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ഒന്നും ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഇല്ല. ഇവരൊത്തിരി അത്ഭുതങ്ങൾ കണ്ടു, ഇവരൊത്തിരി മിറക്കിളുകൾ കണ്ടു, യേശുക്രിസ്തുവിനെ നേരിട്ട് ഓർഡിനേഷൻ ചെയ്തു. പക്ഷെ ഇവരുടെ ക്യാരക്ടറിന്, ഇവരുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റങ്ങളും ഇല്ല. എന്നാൽ യേശു അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്, നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ, നീ എന്ന വ്യക്തിയെ മാറ്റുവാൻ, നീ എന്ന വ്യക്തിക്ക് ഒരു ജീവിതം തരുവാൻ, നീയാകുന്ന വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ, നിന്നെ മറ്റൊരാളാക്കി മാറ്റുവാൻ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്നിലേക്ക് പകരും. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കൈകളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് നന്ദി പറയോ. ഇത് സത്യമാണ്. എൻ്റെ ഈ കഴിഞ്ഞ ചില വർഷങ്ങളായുള്ള 10-22 വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ട ഒരു തിരിച്ചറിവാണിത്. അറിവല്ല, തിരിച്ചറിവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുത്തനിൽ വരാതെ അവനിൽ രൂപാന്തരം ഉണ്ടാകത്തില്ല. നമ്മൾ ഇനി എത്ര കൗൺസിലിംഗ് കൊടുത്താലും, നമ്മൾ ഇനി എത്ര പോയിന്റ് ഇട്ട് പ്രസംഗിച്ചാലും രൂപാന്തരം ഉണ്ടാകത്തില്ല. നിങ്ങളൊക്കെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ? ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്ന് കൈ ഉയർത്തി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടത് കണ്ടിട്ട്. ആരാ ഉണർവ് കൊണ്ടുവരുന്നേ? ഹൂ ഈസ് ദ റിവൈവലിസ്റ്റ്? ഇപ്പൊ കുറെ ആൾക്കാരുടെ പേരിന്റെ അറ്റത്ത് റിവൈവലിസ്റ്റ് ബിജു കുഞ്ഞുമോൻ എന്നൊക്കെ എഴുതി വരുന്നുണ്ട്. ആരാന്നൊന്നും എനിക്കൊരു പിടിയില്ല. റിവൈവലിസ്റ്റ് തങ്കച്ചൻ, റിവൈവലിസ്റ്റ് തോമാച്ചൻ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, എനിക്കതിലൊന്നും എതിർപ്പൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഹൂ ഈസ് ദ റിവൈവലിസ്റ്റ്? ഉണർവുകാരൻ ആരാണ്? ഉണർവുകാരൻ പരിശുദ്ധാത്മാവാണ്. ജെറുസലേം റിവൈവലിന്റെ, ഇസ്രായേലിൽ, യഹൂദയിൽ ജെറുസലേം റിവൈവലിന്റെ ഉണർവിന്റെ പിറകിൽ ആരാണ്? പരിശുദ്ധാത്മാവാണ്. അസൂസ സ്ട്രീറ്റ് റിവൈവലിന്റെ പിറകിൽ ആരാണ്? പരിശുദ്ധാത്മാവാണ്. വൈൽസ് റിവൈവലിന്റെ പുറകിൽ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഇന്ന് നിങ്ങൾ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കാണുന്ന യഥാർത്ഥമായ ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഉണർവുകളുടെ പിറകിൽ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഉണർവുകാരൻ ദൈവത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു ദേശത്തിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് ഒരു ദേശ നിവാസികളെ നിറച്ചാൽ അവിടെ റിവൈവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവത്തിന്റെ ആത്മശക്തിയെ ക്യാരി ചെയ്യുന്ന ഒരാളെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിന്നിലൂടെ ഒരു ഉണർവ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഞാൻ പൂർണ്ണമായും ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു. നിന്നിലൂടെ ഒരു റിവൈവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഉണർവുകാരൻ ദൈവത്തിന്റെ ആത്മാവാണ്. മദ്യപാനിയായൊരു മനുഷ്യൻ ഇന്ന് രാത്രിയിൽ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ അതിനകത്ത് പിടിക്കപ്പെട്ട് കിടക്കുന്ന ചിലർ ഈ ഗ്രൗണ്ടിലുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
എന്താ വഴി? വഴിയൊന്നേ ഉള്ളൂ. ജീവിതം യേശുവിന് സമർപ്പിക്കുക, കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുക. 2, ഈ മീറ്റിംഗിന്റെ ഒടുവിൽ ദൈവശക്തിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഈ മുമ്പിൽ വന്ന് നിൽക്കുക. എന്നിട്ട് ഉള്ളം പൊട്ടി ദൈവത്തോട് പറയുക, എന്നെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വരണമേ എന്ന്. അതൊരു തീയായി നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ആ തീ നിന്റെ അകത്ത് വന്നാൽ നിന്റെ ജഡത്തിന്റെ സകല പ്രവൃത്തിയെ കത്തിച്ചിരിക്കും. ഇന്ന് രാത്രിയിലെ അനുഭവമുള്ളവർ ഈ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അവരൊന്ന് ദൈവത്തെ ആരാധിക്കുമോ? ആ അനുഭവമുള്ളവർ, ഈ തീ എൻ്റെ മേൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയ മനുഷ്യനായിരുന്നേനെ. ഈ തീ എൻ്റെ മേൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയ വ്യക്തിയായേനെ. എന്നെ മാറ്റിയത്, എന്നെ രൂപാന്തരപ്പെടുത്തിയത്, എനിക്കൊരു പുതിയ ജീവിതം തന്നത്, എൻ്റെ സ്വഭാവത്തെ നവീകരിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമാകുന്നത് അവിടെയാണ്. ഞാനൊരു വാക്യം വായിക്കാൻ പോവാണ്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 7 വരെ. എന്നെ ശ്രദ്ധിച്ചാൽ മതി. തീത്തോസ് 3 മുതൽ 7 വരെ ശ്രദ്ധയോടെ. മുൻപേ നാമും ബുദ്ധികെട്ടവരും, എണ്ണിക്കോണം, ബുദ്ധികെട്ടവരും അനുസരണയില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. 8 കാര്യങ്ങൾ നമ്മളതായിരുന്നു. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് നമ്മൾ ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണയില്ലാത്തവരായിരുന്നു, വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങനെ ആയിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ നവീകരിക്കുവാൻ, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ നിന്റെ മേൽ ധാരാളമായി പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി സ്വർഗം പകരുവാൻ ആഗ്രഹിക്കുന്നു. മുൻപേ ഞാനും അതായിരുന്നു. എനിക്ക് ക്രിസ്തീയ ജീവിതം ഒരു യാഥാർത്ഥ്യമല്ലായിരുന്നു. പള്ളിയിൽ പോകും, അവിടെ വായിക്കുന്ന കാര്യങ്ങൾ വായിക്കും, കാണുന്ന കാര്യങ്ങൾ കാണും. VBSനും ഞായറാഴ്ച സൺഡേ സ്കൂളിനുമൊക്കെ ഈ സക്കായി മരത്തെ കയറിയ ഫോട്ടോയ്ക്ക് പെയിന്റ് അടിക്കും. ഭൂതഗ്രസ്തൻ കല്ലുമെടുത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നു. യേശു അവനെ ശാസിക്കുന്നത് VBSന് ക്രയോൺസ് വെച്ച് ചായം പൂശും. എന്നിട്ട് ഇതൊക്കെ ഒരു കഥ പോലെ വിശ്വസിച്ച് നടക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന് എൻ്റെ മേൽ വന്നോ, ഇത് പിന്നെ എനിക്ക് കഥയല്ല, ഇതെല്ലാം എനിക്ക് യാഥാർത്ഥ്യമായി. യേശു ഭൂതത്തെ പുറത്താക്കിയത് പിന്നെ എനിക്ക് കഥയല്ല. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഭൂതങ്ങൾ പോവുകയാണ്. യേശു രോഗികളെ സൗഖ്യമാക്കിയത് പിന്നെ എനിക്ക് കഥയല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ കൺമുൻപിൽ സൗഖ്യമാകുകയാണ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമാകണോ, റിയലാകണോ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരണം. ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വാക്യം പറഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കും. അപ്പോസ്തലനായ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാതെ പലപ്പോഴും തൻ്റെ ലേഖനങ്ങൾ താൻ നിർത്താറില്ല. അതിൽ ഒരു ഭാഗം ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 13-14. അവിടെ എഴുതിയിരിക്കുന്നു, മേ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവായ യേശുവിന്റെ കൃപ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, യേശുവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമായത്. എന്താണെന്നറിയോ? നമ്മൾ യോഗം നിർത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ആരും മിണ്ടുന്നില്ല. വന്നിരിക്കുമ്പോഴേ ഇതങ്ങ് കേട്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ഇതിനി എപ്പോൾ പറയുമെന്ന് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ബോട്ട് വരാറായി. ഇത് പെട്ടെന്ന് പറയാനാ പറയുന്നത് ഈ വാക്യം. ഇത് യോഗം നിർത്താൻ വേണ്ടി എഴുതിയതല്ല. യോഗം നിർത്തുമ്പം പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ ഇത് യോഗം നിർത്താൻ, പെന്തിക്കോസുകാരന് യോഗം നിർത്താൻ വേണ്ടി എഴുതിയതല്ല. ഇതൊരു ഭയങ്കര ആത്മീക മർമ്മമാണ്. ആത്മാവിന്റെ നിറവിൽ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ലേഖനം എഴുതി സഭയ്ക്ക് കൈമാറുമ്പോ ഒരു കത്ത് അവസാനിപ്പിക്കുന്ന, ഒരു ലെറ്റർ അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് പാരഗ്രാഫ് ഇല്ലേ, അത് അതിൻ്റെ ഇടയ്ക്ക് എഴുതിയ എല്ലാത്തിനേക്കാളും ശക്തമായിരിക്കും. കൺക്ലൂഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഈ വൈപ്പിൻ ദേശത്തോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു. 1,
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആ ഓർഡറിൽ പറയണം. യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം അല്ല ആദ്യം പറയേണ്ടത്. വേദപുസ്തക വാക്യം നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാണ്. ആ കൃപയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സ്നേഹമായിട്ട് കണക്റ്റ് ആകുകയില്ല. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ കൃപയാണ് പിതാവായ ദൈവത്തോടുള്ള സ്നേഹം ഞാനുമായി കണക്ട് ചെയ്തത്. സ്വർഗത്തിൽ എനിക്കൊരപ്പായി ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടായത് പുത്രന്റെ കൃപയാണ്. മുൻപേ ദൂരസ്ഥനായ ഞാൻ സമീപസ്ഥനായത് ആ പുത്രന്റെ പരിശുദ്ധ രക്തമാണ്. ഇന്ന് രാത്രിയിൽ അന്യനും പരദേശിയുമായിരുന്ന എന്നെ സ്വന്തമാക്കി തീർത്തത് ആ യേശു കർത്താവിന്റെ കൃപയാണ്. നശിച്ചു പോകേണ്ട എന്നെ രക്ഷിച്ചത് യേശുവിന്റെ കൃപയാണ്. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ നന്മകളും യേശുവിന്റെ കൃപയാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വായി തുറന്ന് പറയാൻ കഴിയും, അവന്റെ കൃപയാൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. യേശുവിന്റെ കൃപയാൽ ഞാൻ സകല നന്മകളും അനുഭവിക്കുന്നു. അവന്റെ കൃപയാൽ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കുന്നു. His grace is my grip. കർത്താവിന്റെ കൃപയാണ്, ആ യേശുവിന്റെ കൃപയാണ് നമ്മുടെ ഗ്രിപ്പ്. ഈ വഴുവഴുപ്പുള്ള ലോകത്ത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഗ്രിപ്പ് അവന്റെ ഗ്രേസ് ആണ്. ആ കൃപ എന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവുമായിട്ട് കണക്ട് ചെയ്തു. ഈ ഗ്രൗണ്ടിൽ ആരെങ്കിലും സ്നേഹം കിട്ടാത്തവരിപ്പുണ്ടെങ്കിൽ, അപ്പന്റെ സ്നേഹം ലഭ്യമാകാതെ പോയവർ, അമ്മയുടെ സ്നേഹം എന്തെന്നറിയാതെ പോയവർ, അപ്പന്റെ സ്നേഹം എന്തെന്നറിയാതെ പോയവർ, മാനുഷിക സ്നേഹങ്ങളും പരിഗണനകളും ലഭിക്കാതെ പോയവർ, സ്നേഹം കിട്ടാത്തത് കൊണ്ട് സ്നേഹത്തിന് വേണ്ടി അലയുന്നവർ, ഉള്ളം തേങ്ങുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ വ്യവസ്ഥകൾ കൂടാതെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അപ്പനേക്കാൾ അധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അപ്പ നിനക്ക് സ്വർഗത്തിലുണ്ട്. നിന്റെ അമ്മയേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പ നിനക്ക് സ്വർഗത്തിലുണ്ട്. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിനക്കുണ്ട്. എവിടെങ്കിലും സ്നേഹം കിട്ടാതെ പോയൊരു ഇരിപ്പുണ്ടെങ്കിൽ നിത്യ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ച ഒരു പിതാവുണ്ട്. ആ സ്നേഹം പുത്രനായ യേശുവിലൂടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് അനുഭവിക്കാൻ കഴിയും. അപ്പം ഞാൻ ആ റൂട്ടിലേക്ക് വരികയാണ്. യേശുവിൻ്റെ കൃപ പിതാവിൻ്റെ സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തു. ആ ദൈവസ്നേഹത്താൽ, ആ ദൈവസ്നേഹം എന്നിൽ വന്നതിനാൽ, ആ രക്ഷ എന്നിൽ വന്നതിനാൽ ഞാനൊരു ദൈവവൈതലായി മാറി. പക്ഷെ മൂന്നാമത്തെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. The fellowship with the Holy Spirit, the fellowship with the Holy Ghost. ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും സൗജന്യമാണ്. നിങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട. കർത്താവിൻ്റെ കൃപയ്ക്കായി നിങ്ങൾ ഉപവസിക്കേണ്ട. അവൻ്റെ കൃപ സൗജന്യമാണ്. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ഒരാമീൻ പറയാവോ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം സൗജന്യമാണ്, ധാരാളമാണ്. പറഞ്ഞ് ധാരാളമാണ്. പക്ഷെ മൂന്നാമത്തെ കാര്യമില്ലേ, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, അത് സൗജന്യമല്ല, അത് നമ്മുടെ പാർട്ടാണ്. ഇന്ന് രാത്രി എനിക്ക് പാസ്റ്റർ ബിജു CXുമായി, ബഹുമാനി കർത്തൃദാസനുമായി ഒരു കൂട്ടായ്മ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഞാൻ അങ്ങ് കൊട്ടാരക്കരയിലും അദ്ദേഹം എറണാകുളത്തും ഇരുന്നാൽ ഒക്കില്ല. ഞങ്ങൾക്ക് തമ്മിൽ ഇന്ന് രാത്രി ഒരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കണം. അദ്ദേഹത്തിന് പറയാനുള്ളത് ഞാൻ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കേൾക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുകയും വർത്താനം പറയുകയും ചെയ്യുമ്പോഴാണ് രാത്രി ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്, ഇന്ന് ബിജു പാസ്റ്ററായിട്ട് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പറയുന്നത് എന്താ? ഇന്നത്തെ സഭകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അതാണ്. എല്ലാവരും പറയുന്നു കൃപയാൽ വീട് കിട്ടി, കൃപയാൽ വണ്ടി കിട്ടി, കൃപയാൽ ജോലി കിട്ടി, കൃപയാൽ കാനഡയ്ക്ക് പോയി, കൃപയാൽ UK വിസ അടിച്ചു. എല്ലാത്തിനകത്തും ഇത് പിടിപ്പിക്കുന്നുണ്ട്, കൃപ. എല്ലാവരും പറയുന്നു എൻ്റെ അപ്പ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവരും ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ കാര്യം സഭകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിനോടുള്ള കമ്മ്യൂണിയനാണ്, കമ്മ്യൂണിക്കേഷനാണ്, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാനുണ്ടോ? ഇതില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണ്. ചേർന്നൊരാമീൻ പറഞ്ഞേ.
എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ച അപ്പോസ്തലന്മാരുടെ ചരിത്രം, അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവുമായി ഭയങ്കര കൂട്ടായ്മയായിരുന്നു. അവരെവിടെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ ഏഷ്യയിലേക്ക്, ആസിയയിലേക്ക് അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ആത്മാവ് അവരെ വിലക്കി പോകരുതെന്ന് പറഞ്ഞു. ബന്ധമുള്ള ഒരു അപ്പച്ചൻ, ബന്ധമുള്ള ഒരു അപ്പ വീട്ടിൽ നിന്ന് മോനെ നീ ഇന്ന് അവിടെ പോണ്ട എന്ന് പറയുന്നത് പോലെ ആത്മാവ് അവരോട് സംസാരിച്ചു. അതായിരുന്നു പരിശുദ്ധാത്മാവുമായിട്ടുള്ള അവരുടെ കൂട്ടായ്മ. ദൈവം ഉപയോഗിച്ച, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു മിനിറ്റ്, ദൈവം ഉപയോഗിച്ച മുഴുവൻ അഭിഷിക്തന്മാർക്കും, യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ചെയ്ത ഒരു പരിധി വിട്ട് പ്രയോജനപ്പെട്ട മുഴുവൻ അഭിഷിക്തന്മാർക്കും പരിശുദ്ധാത്മാവുമായി ഭയങ്കര കൂട്ടായ്മയായിരുന്നു. മില്യൺ കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിലേക്ക് നയിച്ച റെയ്നാഡ് ബോങ്കയ്ക്ക് പരിശുദ്ധാത്മാവുമായി അതിശക്തമായ കൂട്ടായ്മയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ അനുവദിക്കാത്ത സഭയിൽ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നെങ്കിൽ കുറച്ച് കൂടുതൽ ബിസ്ക്കറ്റും കോഫിയും കൊണ്ടുപോകണമെന്ന്. മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. കാരണം ബോറടിക്കും, ഇടയ്ക്കൊക്കെ കുടിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൽ പ്രസിദ്ധനായ ദൈവം ഉപയോഗിക്കുന്ന പാസ്റ്റർ ബെനിഹിൻ, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. രാവിലെയൊക്കെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറയണമെങ്കിൽ ബന്ധം എന്നായിരിക്കും. ആരും മിണ്ടുന്നില്ലല്ലോ. ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ആൻഡ്രസ് ബിസോണി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്കായി വന്നു കുറേ നാളുകൾക്ക് മുൻപ്. ഒരു ലോഡ്സൺ അറിയാം, ലോഡ്സൺ അനുഭവമുണ്ട്. ഈ ദൈവപുരുഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഭയങ്കരമായി പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ഒത്തിരി ചെറുപ്പക്കാരെ അമേരിക്കയിലുള്ള ജയിലുകളിൽ പോയി പ്രസംഗിച്ചുകൊണ്ട് ആ ജയിലുകളിൽ സുവിശേഷം അറിയിച്ച് ജയിൽ പുള്ളികളെ ക്രിസ്തുവിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒത്തിരി ചെറുപ്പക്കാരെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു അഭിഷിക്തൻ, അസാധാരണമായ ആത്മശക്തി ക്യാരി ചെയ്യുന്ന മനുഷ്യൻ. എൻ്റെ മദർലോയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വന്ന ശുശ്രൂഷയിലാണ് അസാധാരണമായ ദൈവശക്തി അവർ അനുഭവിച്ചത്. അതുവരെ ഇതിനെയൊക്കെ ഒരല്പം വിമർശന ബുദ്ധിയോടെയാണ് കണ്ടിരുന്നത്. അസാധാരണമായി ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ. ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്നു, കൊട്ടാരക്കരയിൽ. അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ അന്ന് വൈകിട്ട് ഞങ്ങൾ വന്നതിൻ്റെ അന്ന് രാത്രി ഞങ്ങളെല്ലാം കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആദ്യം ഈ സൂപ്പ് കുടിക്കാൻ കൊണ്ടുവച്ചു, പിന്നെ ഒരു ഫുഡും കൊണ്ടുവച്ചു. ഈ മനുഷ്യൻ ചൈനയിൽ നിന്ന് വന്ന ഒരു മിഷണറിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഉണർവിനെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ കൊണ്ടുവച്ച സാധനം എല്ലാം ഇങ്ങനെ തണുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചോ, നമുക്ക് കഴിക്കാം, അദ്ദേഹം ജോയിൻ ചെയ്തോളും. പുള്ളി പ്രാർത്ഥിച്ചു, നമ്മൾ കഴിപ്പ് തുടങ്ങി. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഈ മറ്റേ പുള്ളിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇദ്ദേഹത്തെ മുട്ടിയിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇതെല്ലാം തണുത്തു പോവും, ഇത് കഴിച്ചുകൊണ്ട് വർത്താനം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുക്കൽ ഇരിക്കുകയാണേ. പ്രാർത്ഥന കഴിഞ്ഞ് ഈ സൂപ്പിലേക്ക് സ്പൂൺ ഇട്ടിട്ട് ഈ മനുഷ്യൻ കണ്ണടച്ച് പറയുന്ന ഒരു വാക്ക് ഞാൻ എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞതാ ഞാൻ കേട്ടു. ഹോളി സ്പിരിറ്റ്, can I have this soup? പരിശുദ്ധാത്മാവേ, ഞാൻ ഈ സൂപ്പ് കുടിച്ചോട്ടെ. Fellowship, intimacy with the Holy Spirit. Hallelujah. ആത്മാവിൽ നടക്കുന്നവർ, ആത്മാവിൽ സഞ്ചരിക്കുന്നവർ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ. ഇന്ന് രാത്രി ദൈവസഭയെ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകുവാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം. ദൈവാത്മാവുമായി സംസാരിക്കുന്നവരാകണം. ഇന്ന് രാത്രിയിലും നിങ്ങളിൽ നിന്ന് കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇവിടെ വഴിവക്കിൽ നിൽക്കുന്നവർ, ഈ വഴിത്തലയ്ക്കൽ നിൽക്കുന്നവർ, ഈ സുവിശേഷ യോഗം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് തൊടണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, വാഗൊണ്ട് പറഞ്ഞാൽ, നിശ്ചയമായും നിങ്ങൾക്കതിന്ന് രാത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ദൂരെ
ദൂരെ നിന്ന് നോക്കി വിമർശിച്ചൊരു വിമർശകനെ പോലെ നിന്നാൽ നിങ്ങൾക്ക് വിമർശിച്ചിട്ട് പോകാൻ കഴിയും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കണ്ണുകളൊന്ന് അടച്ചേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് തൊടണമേ എന്നൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ആ ദൈവശക്തി എൻ്റെ മേൽ അയക്കണമേ എന്ന് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ഇന്നു രാത്രിയിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ ദൈവാത്മാവ് നൽകി തരാൻ പോകുകയാണ്. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷ പ്രാർത്ഥിച്ചു. ആ ശബ്ദം ഉയരണം. ഈ ഗ്രൗണ്ടിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദം ഉയരണം. ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ കൈകളെ ഉയർത്തി ഈ ദേശത്തെ ദൈവാത്മാവ് തൊടുവാൻ പ്രാർത്ഥിക്കണം. ഈ പട്ടണത്തെ ദൈവാത്മാവ് തൊടുവാൻ പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ ദൈവാത്മാവ് തൊടുവാൻ പ്രാർത്ഥിക്കണം. പാപികളെ ദൈവാത്മാവ് തൊടുവാൻ പ്രാർത്ഥിക്കണം. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നീതിബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നെ യേശുവിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുവാൻ എന്നെ യേശുവിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ച കൈകളൊന്ന് അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ശക്തിയോടെ കണ്ണുകളടച്ച്, yes, now Lord, Spirit of the Lord, touch them Lord. ആ ശക്തി അവരിൽ വെളിപ്പെടട്ടെ, ശക്തി അവരിൽ വെളിപ്പെടട്ടെ. ദൈവശക്തിയാൽ അവർ നിറയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ അധരങ്ങളെ തൊടണമേ, അവരുടെ ശബ്ദത്തെ തൊടണമേ. അഭിഷേകത്തെ വഹിക്കുന്ന ദൈവ തേജസ്സിനെ ക്യാരി ചെയ്യുന്ന ഒരു തലമുറയെ കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കണമേ. തൊടുന്നു, കർത്താവ് തൊടുന്നു. ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് ചോദിക്കുന്ന തലമുറ, ഞാൻ എന്താണ് പാടേണ്ടത്, ഞാൻ എങ്ങനെയാ ചുവട് വെക്കേണ്ടത്. യെസ് ലോർഡ്. എന്റെ തലമുറകളെ കുറിച്ച് സംസാരിക്കണമേ, എന്റെ കുടുംബത്തോട് ഇടപെടണമേ. എത്ര പേര് ഏറ്റെടുക്കും? നിങ്ങളുടെ തലമുറകൾ ആത്മാവിൽ നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ക്യാരി ചെയ്യുന്നവർ ഉണ്ടാകട്ടെ. നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവിനെയും നിന്റെ അധരത്തിൽ ഞാൻ തന്ന എന്റെ വചനത്തെയും നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും മാറിപ്പോകത്തില്ലെന്ന് അരുളി ചെയ്ത ദൈവം ഇവരുടെ തലമുറകളെ അഭിഷേകം ചെയ്യണമേ. യെസ് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട്, മോനെ അമേരിക്കയെ വിട്ട് പഠിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? കാനഡ വിടാവോ? ബാംഗ്ലൂർ വിടാവോ? UK വിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവഹിതമാണോ? എനിക്ക് ഈ മാതാപിതാക്കളോടെല്ലാം പറയാനുള്ളൊരു നിർദ്ദേശം, നശിച്ചു പോകാൻ UK പോകണമെന്നില്ല, കൊച്ചി നിന്നാ മതി. നശിച്ചു പോകാൻ കാനഡയ്ക്ക് പോകണമെന്നില്ല, ഇവിടൊക്കെ തന്നെ നിന്നാ മതി. പിശാച് എല്ലായിടവും ഉണ്ട്. പിശാച് മരുഭൂമിയിലും ഉണ്ട്, പിശാച് UK യിലും ഉണ്ട്, പിശാച് കൊച്ചിയിലും ഉണ്ട്. അവൻ എല്ലായിടവും ഉണ്ട്. പക്ഷേ ഒരു കാര്യം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ മേളിൽ സത്യത്തിൻ്റെ ആത്മാവ്, യഥാർത്ഥ പരിശുദ്ധാത്മാവ് എൻ്റെ മക്കളിൽ ഉണ്ടാകണം. അവരെ ഏത് കാനഡയിലും വിടാം, അവരെ ഏത് UK യിലും വിടാം, അവരെ ഏത് ദ്വീപിലും വിടാം, അവരെ ഏത് ഐലൻഡിലും വിടാം. കാരണം അവരെ നയിക്കുന്നവൻ അവരുടെ അകത്തുണ്ട്, അവരെ നയിക്കുന്നവൻ അവരുടെ അകത്തുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ തലമുറകൾ അഭിഷേകത്തിൽ നിറയട്ടെ, നിന്റെ തലമുറകൾ ദൈവശക്തിയിൽ നിറയട്ടെ, നിന്റെ തലമുറകളെ ദൈവാത്മാവ് തൊടട്ടെ. പ്രാർത്ഥിക്കുക. ജീസസ്. എന്തിനു വേണ്ടി? ഞാൻ പറഞ്ഞല്ലോ, ഈ യേശു കർത്താവ് നമുക്കൊരു യാഥാർത്ഥ്യമാകുന്നത് അവന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോഴാണ്. 1 കൊരിന്ത്യർ ലേഖനം 12:3 പറയുന്നു, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഈ വൈപ്പിനിലുള്ളവർ യേശു കർത്താവെന്ന് പറയണോ? അതിനാണോ കൺവെൻഷൻ?
അതിനാണ് കൺവെൻഷൻ. പ്രാർത്ഥിച്ചോ അവരെയൊക്കെ പരിശുദ്ധാത്മാവ് തൊടാൻ. വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട, അവരെയെല്ലാം പരിശുദ്ധാത്മ തൊടാൻ പറഞ്ഞു. കന്യകയായ മറിയത്തിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവളുടെ ഉദരത്തിൽ യേശു ജനിച്ചതുപോലെ ഈ പട്ടണത്തിൽ ചിലതിൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ യേശു ജനിക്കും. അവരുടെ ഹൃദയത്തിൽ യേശു ജനിക്കും. അങ്ങനെ അനുഭവമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സ്പർശനം എന്നെ രൂപാന്തരപ്പെടുത്തി എന്ന് പറയുന്ന എത്ര പേരെന്നെ കേൾക്കുന്നു? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ എൻ്റെ മെസ്സേജ് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. എത്ര പ്രസംഗിച്ചാലും തീരാത്ത ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. യേശുവിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഈ ഹോളി സ്പിരിറ്റ് ഈസ് എ വെരി ഗുഡ് പ്രൊഫസർ, വെരി ഗുഡ് ടീച്ചർ, but he will teach only one subject. That subject is about the Lord Jesus Christ. ഈ ദൈവത്തിന്റെ ആത്മാവ് നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു പരിശുദ്ധാത്മാവ് നല്ലൊരു പ്രൊഫസറാണ്. പക്ഷെ ഈ പ്രൊഫസർ ഒറ്റ സബ്ജക്റ്റേ പഠിപ്പിക്കുകയുള്ളൂ, അത് യേശു എന്ന സബ്ജക്റ്റാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവപുത്രനെയാണ്, യേശുവിനെയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ രണ്ട് കാര്യം നഷ്ടപ്പെടുകയുള്ളൂ. അതെന്നതാ? ഒന്ന്, അഖിലാണ്ടത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശുവിനെ നഷ്ടപ്പെടും. പിന്നെ സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിലും പോകും. ഇത്രയേ ഉള്ളൂ. ആരും മിണ്ടുന്നില്ലല്ലോ. കാരണം പരിശുദ്ധാത്മാവ് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നവനാണ്. കാരണം ഇത് ഉയരത്തിൽ നിന്ന് വന്ന ശക്തിയാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അതാരിൽ വസിക്കുന്നോ അവനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. എല്ലാം പിടികിട്ടിയോ? അവനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവനിലേക്ക് ഇത് വന്നത്. യേശുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യേശു കർത്താവിനെ പരിശുദ്ധാത്മാവിന് അറിയാവുന്നത് പോലെ ആർക്കും അറിയില്ല. യേശു കർത്താവിനെ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്താൻ കഴിയുന്നത് പോലെ ആർക്കും, ഒരു ബുദ്ധിജീവികൾക്കും വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ എന്നെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. ഇന്ന് രാത്രി ക്രിസ്തുവിൽ വളരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്നവരിൽ ധാരാളമായി ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സ്പർശനം എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തി പിടിക്കാവോ? ആ കൊതിയുള്ളവർ, ദാഹമുള്ളവരൊന്ന് ഓടി മുൻപിലേക്ക് വരാമോ? പെട്ടെന്ന് വരണം. ഇരിക്കുന്ന കസേരകളെ വിട്ട് അവർ ഓടി വരണം. ഞാൻ മുഴുവൻ ആൾക്കാരെ ക്ഷണിക്കുകയാണ്. അവർ ഓടി മുന്നിലേക്ക് വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ, മുന്നിലേക്ക് വരുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർ, എൻ്റെ ഭവനത്തിലൊരു രൂപാന്തരം ഉണ്ടാകണം, എൻ്റെ വീട്ടിലൊരു രൂപാന്തരം ഉണ്ടാകണം, എൻ്റെ തലമുറയിലൊരു രൂപാന്തരം ഉണ്ടാകണം, എൻ്റെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒത്തിരി മേഖലകളുണ്ട്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചിലതിനെ ഒന്നും എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ചിലതിനെ ഒന്നും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ നിന്നെ ജയിപ്പിക്കാൻ, നിന്നെ സകലത്തിലും ജയിപ്പിക്കാൻ, എങ്ങും തോറ്റുപോകാതെ നിനക്കൊരു ജയജീവിതം തരാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. യേശു കർത്താവിന് ഈ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, അപ്പോസ്തലന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും എത്രയധികം. നിൽക്കുന്ന സ്ഥലങ്ങളെ വിട്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരങ്ങളെ, എല്ലാവരും ഒന്ന് മുന്നിലേക്ക് വന്നേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മുന്നിലേക്ക് വന്നേ. കണ്ണുകളടച്ചേ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. Lord, I need the change. Transform me, Lord. Transform me. ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഉണ്ടാകട്ടെ. എൻ്റെ മക്കളിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. എൻ്റെ ഭർത്താവിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. എൻ്റെ ശുശ്രൂഷയിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. എൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടാകട്ടെ. എൻ്റെ പട്ടണത്തിലൊരു മാറ്റം ഉണ്ടാകട്ടെ. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കട്ടെ. എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് ചിലരെ ഇന്ന് രാത്രിയിൽ തൊടുകയാണ്.
നിങ്ങളൊരു മദ്യപാനിയാണോ? യേശുവിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. നിങ്ങളൊരു പാപിയാണോ? ഏത് മഹാപാപിയെയും രക്ഷിക്കാൻ ഏക സത്യം നിത്യരക്ഷകനാകുന്ന ക്രിസ്തുവിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ ജീവിതം ഏൽപ്പിച്ചേ, ദൈവത്തിന്റെ ആത്മാവിനോടൊന്ന് സംസാരിച്ചേ, അന്യഭാഷയെ സംസാരിച്ചേ, അന്യഭാഷയെ സംസാരിച്ചേ. യേശുവാ അന്യഭാഷയെ സംസാരിച്ചേ. ദൈവം നിറയണേ, ദൈവം നിറയണേ. ഈ മീറ്റിംഗിന്റെ സംഘാടകരോട് കർത്താവ് അറിയിക്കുകയാണ്, ഇതൊരു തുടക്കമാണ്, ഇതൊരു തുടക്കമാണ്, ഇത് ഉണർവിന്റെ തുടക്കമാണ്, ഇത് ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതൊരു ഭയങ്കര റിവൈവലിന്റെ മോഡാണ്. ദൈവത്തിന്റെ കര ചലിക്കപ്പെടുകയാണ്. ഒരു തലമുറയെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വാക്കിന് പോലും വിലയില്ലാത്തവന്റെ നിഴലിന് പോലും വിലയുള്ള വാക്യങ്ങൾ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ആ പൊട്ടിക്കരയുന്ന മകനെ ദൈവം തൊടുക, ദൈവം തൊടുക. ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ഗ്രൗണ്ട് നിറയണേ. അഭിഷേകത്തെ വഹിക്കുന്ന തലമുറ. തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക. പ്രാർത്ഥിച്ചോ, അന്യഭാഷ പ്രാർത്ഥിച്ചോ. Yes, 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 yes. Yes, 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 yes. Glory, glory. Glory, Keli Matana Matala. Glory, ഒരു പ്രവചന ശബ്ദമായി ദൈവം നിർത്താൻ പോവുക. ഒരു പ്രവചന ശബ്ദമായി, ഒരു പ്രവചന ശബ്ദമായി ഒരു വലിയ ആത്മശക്തിയുടെ പുതപ്പ് അവന്റെ മേലേക്ക് വീഴുകയാണ്. കൈയടിക്കേണ്ടവർ കൈയടിച്ചോ, സ്തുതിക്കേണ്ടവർ സ്തുതിച്ചോ. അന്യഭാഷ ആരാധിച്ചോ. തീ നിങ്ങളെ തുടരണ, തീ തുടരണ, തീ, ആത്മാവിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, ദൈവശക്തിയുടെ തീ. ആ മകളെ തൊടുന്നു, തൊടുന്നു, ദൈവം തൊടുന്നു, തൊടുന്നു, പരിശുദ്ധാത്മ തൊടുന്നു, അഭിഷേകത്തിന്റെ തീ തൊടുന്നു. ഈ പട്ടണം യേശുവിനുള്ളത്, ഈ ദേശം യേശുവിനുള്ളത്, ഈ ദ്വീപ് യേശുവിനുള്ളത്. ആത്മാവിൽ പ്രതികരിച്ചോ, ആത്മാവിൽ പ്രതികരിച്ചോ, ആത്മാവിൽ പ്രതികരിച്ചോ.
വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്, പെന്തിക്കോസ്ത് നാളിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ആത്മാവ്, ഗിദെയോന്റെ മേലിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ്. Yes. Move with the Holy Ghost. Move the Holy Ghost. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തെ നയിക്കാൻ, നിന്നെ ആള് മാറിയവനെ പോലെ, ആള് മാറിയവളെ പോലെ ആക്കാൻ, വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിന് പോലും വില കൽപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാം ദൈവമാ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക. നീ കൊട്ടേഷൻ സംഘത്തിൽ കിടന്നവനാണ്, നീ കൊട്ടേഷൻ കൊടുക്കാൻ പോയവനാണ്, നീ അടിപിടിക്ക് വേണ്ടി നടന്നവനാണ്. പക്ഷെ ഇനി നിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. ആ ബ്രദറിനോടാ കർത്താവ് പറയുന്നത്, അവനെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. 10,000ങ്ങളെ വിടുവിക്കാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. നിന്റെ വീട്ടിനകത്ത് അനോയിന്റഡ് ജനറേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. അഭിഷിക്ത തലമുറകൾ എഴുന്നേറ്റ് വരികയാണ്. കൈയടിക്കേണ്ടവർക്ക് അടിക്കാം, ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം. ഇന്ന് രാത്രി പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ഗ്രൗണ്ടിലുണ്ട്. ദൈവാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള നിന്റെ രോഗങ്ങൾ ഇന്ന് രാത്രി അഴിയുക. നിന്നിൽ കുടിയിരിക്കുന്ന അശുദ്ധാത്മ ശക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. യെസ്, യെസ്. തൊടുന്നു, ദൈവാത്മാ തൊടുന്നു, തൊടുന്നു. എനിക്ക് ചില ചെറുപ്പക്കാരെ ദൈവം കാണിക്കുക. അമ്മോനെ നീ ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. നീ തന്നെ അമ്മോനെ, നീ മക്കളെ നീ ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, ഉയർത്തി പിടിച്ചേ. ആ പുറകിൽ എന്ത് ചെയ്യാ, ചെറുപ്പക്കാരൻ എന്ത് ചെയ്യേ? ആ മോനെ കൈ ഉയർത്തി പിടിച്ചേ. ബ്രദറെ, നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത മേഖലയിൽ നിന്നും എവിടെയോ തകർന്നു പോകേണ്ട ഉടഞ്ഞു പോയൊരു പാത്രം നിങ്ങൾ. ശത്രു തകർത്ത് കളഞ്ഞ ഉടഞ്ഞു പോയൊരു പാത്രം, ആർക്കും പണിയാൻ പറ്റാത്തൊരു പാത്രം, ആർക്കും പിടികൊടുക്കാത്തൊരു പാത്രം. പക്ഷെ നീ ആകുന്ന പാത്രത്തെ കർത്താവിന്റെ രാജ്യത്തിൽ ദൈവം ഉപയോഗിക്കാൻ പോവാ. നിന്നെ യേശുവിന് വേണം. അനേകരെ 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 ഒത്തിരി മക്കളുമാരെ ദൈവം തൊടുക.
ഒരു ജനറേഷനെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുക, ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുക. ഓ ശാദ്ര കാൽബ്ര ഹസിയാദന. ആ മോനോടൊന്ന് പറഞ്ഞേക്കണം, അവന്റെ കണ്ണുകളെ പ്രൊഫറ്റിക്കലായി ആക്കി ദൈവം മാറ്റും. അവന്റെ കണ്ണുകൾ പ്രൊഫറ്റിക്കലായി ആകും. കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദമാക്കി ആത്മാവനെ മാറ്റും. ഓ ശാബ്ര ഠാലവ ഹരിയാല ഹസദോ ലേക്രെ ഠാമറെ ഹസദോലിയാന. ഇതിനകത്ത് അപ്പോസ്തലന്മാർ നിൽപ്പുണ്ട്, ഇതിനകത്ത് പ്രവാചകന്മാർ നിൽപ്പുണ്ട്, ഇതിനകത്ത് ഉപദേഷ്ടാക്കന്മാർ നിൽപ്പുണ്ട്, ഇതിനകത്ത് രോഗശാന്തി ചെയ്യേണ്ടവർ നിൽപ്പുണ്ട്. ഒരു ജനറേഷനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുക. ആരാധിക്കേണ്ടവർ ആരാധിച്ചോ, പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോ. ഭയങ്കര ഒരു ഇവാഞ്ചലിസ്റ്റിക് ഗ്രേസ് നിന്റെ മേൽ ദൈവം പകരുകയാണ്. സുവിശേഷീകരണത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ മേൽ ഇടുകയാണ്. ഒരു അപ്പോസ്തോലിക അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ബ്രദറെ, നിന്നെ വലിയൊരു കോർഡിനേറ്റർ ആക്കാൻ പോകാ ദൈവം. ഓ ശാബ്രക്കൽ ക്രൂസൈഡ് കോർഡിനേറ്റർ. ആന്റണി ബ്രദറെ, ആർക്കും പിടികൊടുക്കാത്തത്, ആർക്കും അഴിക്കാൻ കഴിയാത്തത് നിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവം അഴിച്ചു പുറത്തിറക്കുകയാണ്. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞു, നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞു, നിനക്ക് പഠിത്തം ഇല്ലെന്ന് പറഞ്ഞു, നിനക്ക് പണമില്ലെന്ന് പറഞ്ഞു. ആരൊക്കെ നിന്നെ ഒഴിവാക്കിയോ അവരൊക്കെ നിന്നെ തേടി വരുന്ന നിലയിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ അസാധാരണമായ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പരിശുദ്ധാത്മ വഹിക്കുക. ഓ യേശുവേ വിളിച്ചേ, യേശുവേ വിളിച്ചേ, യേശുവേ വിളിച്ചേ. ശബ്ദം ഉയർത്തി യേശുവേ വിളിച്ചേ. ദൈവത്തിന്റെ മകത്തിലൂടെ ഇറങ്ങി നിൽക്കുക. യേശുവേ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവൻ ആദ്യം ലഭിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. The one touch of Holy Spirit will change it everything in your life. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരൊറ്റ സ്പർശനം നിന്റെ ജീവിതത്തെ പാടെ മാറ്റി മറിക്കും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നാൽ അതിന്റെ ആദ്യത്തെ ലക്ഷണം എന്നാണെന്നറിയോ? ആ വ്യക്തി പറയും, എന്റെ ജീവിതം ഞാൻ യേശുവിന് തരുകയാണ്. ഈ മാലിപ്പുറം ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് യഥാർത്ഥമായി പറയാൻ കഴിയും, എൻ്റെ ലൈഫ് ഞാൻ യേശുവിന് കൊടുക്കുകയാണ്? അവരുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ലൈഫ് ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതെന്റെ യേശുവിനാണ്. ഇനിയൊരു ലൈഫ് ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവിനാണ്. മറ്റൊന്നിനല്ല, പാപത്തിനല്ല, മദ്യത്തിനല്ല, കഞ്ചാവിനല്ല, കള്ളിനല്ല, മരിഞ്ചുവാനയ്ക്കല്ല. ഇനിയൊരു ലൈഫ് ഉണ്ടെങ്കിൽ എന്റെ ലഹരി യേശുവാണ്, എന്റെ ലഹരി യേശുവാണ്. ഓ ഹല്ലേലൂയ! എനിക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ അതിന് യേശു കർത്താവിനാണെന്നുള്ളവർ അവരുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, അവർ യേശുവേന്നൊന്ന് വിളിച്ചേ. പോരാ, ശബ്ദം ഉയർത്തി വിളിച്ചേ, യേശുവാ, യേശുവേന്നൊന്ന് വിളിച്ചേ, യേശുവേ. ഓ യെസ്,
എന്റെ മേളിൽ വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വേദപുസ്തകത്തിൽ പറയുന്ന വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് ഒരു മതം പഠിപ്പിക്കുന്ന ഉപദേശമല്ല, അത് പെന്തിക്കോസുകാരുടെ തന്ത്രമല്ല, അത് ദൈവവചന സത്യമാണെന്ന് മനസ്സിലായി. സ്നാനപ്പെടുന്നത് ക്രിസ്തുവിന്റെ കൂടെ ചേരാനാണെന്നും, സ്നാനപ്പെടുന്നത് ക്രിസ്തുവിനെ ധരിക്കാനാണെന്നും, സ്നാനമേൽക്കുന്നത് ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകാനാണെന്നും, സ്നാനമേൽക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണെന്നും, വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത് എന്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതാനാണെന്നും ഉള്ള ബോധ്യം ആത്മാവ് എനിക്ക് ഉള്ളിൽ തന്നു. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശു ക്രിസ്തു ജീവനുള്ള ദൈവമെന്ന് വിശ്വസിച്ച് ആ ജീവനുള്ള ദൈവമായ ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ച് സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മസാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്ന ഈ നിമിഷത്തിൽ എനിക്ക് സ്നാനപ്പെട്ട് ഈ കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനോടൊപ്പം ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ളവർ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. അവരുടെ കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ചേ. ഈ സത്യത്തിന് വേണ്ടി എനിക്ക് നിൽക്കണം. ആ കൈ നന്നായിട്ട് ഉയരണം, ചെറുതായിട്ടല്ല, നന്നായിട്ട് ഉയരണം. ഉയർത്തിയവർ നന്നായി ഉയർത്തണം. എനിക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. ആ കൈ ഉയർത്തിയവർക്ക് വേണ്ടി മാത്രം ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. എനിക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കണമല്ലോ. എന്നതാ വഴി? അവരെ ഒന്ന് മുന്നോട്ട് വിടാവോ? നിങ്ങൾ വരണം. എത്ര തിരക്കാന്നില്ല, ഈ ഫ്രണ്ടിൽ ഇവിടെ വരണം. ദേ ഇവിടെ ഇവരിച്ചിരി വഴി മാറി തരും, ഇച്ചിരി സ്പേസ് ഇവിടെ തരും. ഇവിടെ വരണം, ഈ മുന്നിൽ, ഇവിടെ ഈ ഭാഗത്ത് വന്നതിന് ശേഷം കൈ അങ്ങ് ഉയർത്തി പിടിച്ചേക്കണം. രണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ചേക്കണം. ആ തീരുമാനം എടുത്തവരാ രണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ചേക്കണം. പെട്ടെന്ന് വരണം. ആ പുറകിൽ കൈ ഉയർത്തി വരണം, ഈ സൈഡിൽ കൈ ഉയർത്തി വരണം. ഇന്നലെയും അനേക പ്രിയപ്പെട്ടവർ ദൈവകൽപ്പന അനുസരിക്കാൻ സമർപ്പിച്ചു. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ? എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ? എന്നെ കേൾക്കുന്നോ? എന്നെ കേൾക്കുന്നോ? നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാവോ? Which one is the greatest miracle in the Bible? വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ലാസർ ഉയർക്കുന്നതല്ല, പച്ചവെള്ളം വീഞ്ഞായതല്ല, കടലിന്റെ മുകളിലൂടെ യേശു നടന്നതുമല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നിൽ വന്നതാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്റെ ആത്മാവിൽ വന്നതാണ്. The salvation is the greatest miracle, more than getting any deliverance in your life. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന മറ്റേത് അത്ഭുതങ്ങളെക്കാളും ഏറ്റവും വലിയ അത്ഭുതമാണ് നിന്റെ ആത്മാവിന്റെ രക്ഷ. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ സമർപ്പിതരായവർ ആ കൈകൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്നവർ ആ ബ്രദറിനെ ഒന്ന് കയറ്റിവിട്ടെ. എനിക്കറിയാം അവന്റെ ഉള്ളം ഇങ്ങനെ കർത്ത തൊടുകയാണെന്ന്. നിന്റെ സകല പാപബന്ധനത്തിൽ നിന്ന് യേശു നിന്നെ പുറത്തെടുക്കുക മോനെ. നിന്നെ കർത്താവ് വെളിയിലെടുക്കുക. ഓ ഹല്ലേലൂയ. നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പലതിൽ നിന്നും യേശു ഇന്നു മുതൽ നിന്നെ നിയന്ത്രിക്കാൻ പോവുകയാണ്. എന്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. ഈ കൈ ഉയർത്തിയവർ എന്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഇന്നു രാത്രിയിൽ എന്റെ ജീവിതത്തെ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. യേശുവേ, കാൽവറി ക്രൂശിൽ അവിടുന്ന് എനിക്കായി മരിച്ചെന്നും എനിക്കായി അടക്കപ്പെട്ടെന്നും എനിക്കായി ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. എൻ്റെ വായ് കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ, യേശുവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണേ. ഇന്നു മുതൽ അങ്ങനെ നയിക്കണേ, അങ്ങനെ നയിക്കണേ. എൻ്റെ ജീവിതം ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രിയാ. ഇന്നലെയും ഇന്നുമായി 10-30ഓളം ആൾക്കാർ ഇന്നലെയും ഇന്നുമായി അവരുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചെങ്കിൽ, സ്നാനപ്പെടാൻ തീരുമാനിച്ചെങ്കിൽ, ഒരാത്മാവിന്റെ വില മുഴി ലോകത്തെക്കാൾ വിലയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞവർ, ഇതിന്റെ സംഘാടകർ, ഈ മീറ്റിംഗിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ള സന്ദേശം, ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇത് നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടിയാണ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്.
ജീസസ്. ഈ കൈ ഉയർത്തിയവർ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു കാർഡ് ഇവിടെ തരും, അത് ഫില്ലപ്പ് ചെയ്യണം. നിങ്ങൾ ദൈവകൽപ്പന അനുസരിക്കണം. ദൈവവചന സത്യോപദേശം പ്രസംഗിക്കുന്ന ദൈവവചന അടിസ്ഥാനമുള്ള പരിശുദ്ധാത്മ പ്രവർത്തികൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരനുഗ്രഹീതമായ സഭയിൽ കടന്നു എന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരണം. അങ്ങനെ ആ പരിശുദ്ധാത്മാവിനോടുള്ള യാത്ര പൂർത്തീകരിച്ച് ഒടുവിൽ നിത്യതയുടെ തുറമുഖത്ത് നിങ്ങൾ എത്തണം. ഇന്ന് രാത്രി ആ കൈകളെ എല്ലാം ഒന്ന് ചേർത്ത് അടിച്ചെന്ന് സ്തോത്രം ചെയ്തു. കണ്ണുകളടച്ചോ. വലിയ ദൈവശക്തി ഇതിൽ വ്യാപരിക്കുകയാണ്. സൗഖ്യങ്ങൾ കൂട്ടമായി ഇതിൽ നടക്കുകയാണ്. മേജർ ഹീലിംഗ്സ്. എല്ലാ അശുദ്ധാത്മാവും വിട്ടുപോകണം യേശുവിന്റെ നാമത്തിൽ. കരങ്ങളടിച്ച് ആരാധിച്ചോ, കരങ്ങളടിച്ച് സ്തുതിച്ചോ. ട്യൂമറുകൾ മാറട്ടെ, കാതുകൾ തുറക്കട്ടെ, മുഴകൾ വിട്ടുമാറട്ടെ. എല്ലാ അസ്ഥി രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഉടനെ വർഷങ്ങൾ പഴക്കമുള്ള രോഗശക്തികൾ വിടുവാണ്. സൗഖ്യങ്ങൾ നടക്കുന്നു. സൗഖ്യങ്ങൾ അസാധാരണമായ ഹീലിംഗുകൾ നടക്കുന്നു. ചെറിയ സൗഖ്യങ്ങളല്ല, മേജർ ഹീലിംഗ്. ലോട്സ് ഓഫ് മേജർ ഹീലിംഗ് നടക്കുക. കഴിഞ്ഞ് നീ വീട്ടിലെത്തുമ്പോൾ നീ ചുമന്നുകൊണ്ട് വന്ന രോഗം നിന്നെ വിട്ടിരിക്കും.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടക്കാം. കർത്താവിന്റെ ദാസൻ ചെറിയാൻ വർഗീസ് ഭാഷ മുന്നോട്ട് വന്ന ഇപ്പോൾ വേഗത്തിൽ പ്രാർത്ഥിക്കും. പ്ലീസ് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു അസാധാരണ ദൈവ പ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ് ഈ പട്ടണത്തിന്റെ നടുവിൽ. ആമേൻ. വലിയ ദൈവ മഹത്വം ദൈവം ഇന്ന് രാത്രി പകർന്നിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഉണർവിന്റെ ആരംഭമാണ്. ഈ ദേശം വിടിവിക്കപ്പെടുവാൻ, ഈ ഐലൻഡ് യേശുവിനെ അറിയുവാൻ, ഇതിനകത്തുനിന്ന് ഒരു വലിയ ഉണർവുണ്ടാകാൻ ഇതൊരു മുഖാന്തരമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം ഈ ദേശത്തോട് നിന്റെ ഭൃത്യനിലൂടെ വിളിച്ചറിയിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വചനമേതാത്മാവിൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിന്റെ പ്രാഗൽഭ്യത്തോടെ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ദൈവം അഭിഷക്തനായി ഇന്ന് രാത്രിയിൽ ദൈവം ഉപയോഗിച്ച വിധങ്ങൾക്കായി സ്തോത്രം. അനേകരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ, അനേകർ പാപത്തിന്റെ ചങ്ങലയിൽ നഴിയപ്പെടുവാൻ, അനേകരുടെ ജീവിതത്തിൽ അവരെ ഞെരുക്കിക്കൊണ്ടിരുന്ന സകല രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രിയിൽ പിതാവിന് ഹിതം തോന്നിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദേശത്ത് മുഴങ്ങിക്കേട്ട ദൈവശബ്ദം ഈ ദേശത്തിന്റെ രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ. വ്യക്തികൾക്ക് മാറ്റങ്ങൾക്ക് കാരണമായി തീരട്ടെ. കുടുംബങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമായി തീരട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ ഭൃത്യനെ ദൈവം ഉപയോഗിച്ച വിധങ്ങൾക്കായി സ്തോത്രം. ഈ സുവിശേഷ മഹായോഗം ഇവിടെ ക്രമീകരിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നല്ല താല്പര്യങ്ങൾക്കായി സ്തോത്രം. വീണ്ടും ഈ പട്ടണത്തെ ഉയർത്തുവാൻ അഭിഷക്തന്മാരായി ദൈവരെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ പട്ടണത്തിൽ വെളിപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മുഴുവൻ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിത്യനിയമത്തിന്റെ രക്തത്താൽ വലിയടനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായിയുടെ സഹവാസവും കാവലും കൂട്ടായ്മയും നമ്മോടും ഈ ദേശത്ത് മുഴങ്ങിക്കേട്ട ദൈവശബ്ദത്തോടും കർത്താവിന്റെ ദാസനോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച ദൈവമക്കളോട് ഒരു കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. നിങ്ങൾക്ക് സ്നാനം ആവശ്യമാണ്. ആമേൻ. നാളെ നിങ്ങൾക്ക് വേണ്ടി സ്നാന ശുശ്രൂഷ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ആമേൻ. നാളെ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ദൈവദാസന്മാരെ ആമേൻ വേഗത്തിൽ അറിയിക്കുക. നിങ്ങളുടെ സ്നാന ശുശ്രൂഷകൾ ഞങ്ങൾ ക്രമീകരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ ദൈവസഭകളോടും ദൈവദാസന്മാരോടും ദേശനിവാസികളോടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. മാത്രമല്ല, നമുക്ക് ഈ ഗ്രൗണ്ട് അനുവദിച്ചു തന്ന അതിൻ്റെ ഉടമസ്ഥയിലുള്ള അധികാരികളോടും നല്ല സൗണ്ട് സിസ്റ്റം, ആമൻ ഹാർവസ്റ്റ് ടിവിയുടെ മീഡിയ, നല്ല വർഷിപ്പ് ടീം, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ അന്യോന്യം